لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ചരിത്രത്തിൽ നമുക്കൊരുപാട് മാതൃകകൾ കാണിച്ചു തന്നു പോയ ഒരുപാട് മഹാരഥന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം എന്നോളം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ പടച്ച റബ്ബ് പല നിലക്കും പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണങ്ങളിലെല്ലാം നൂറുമേനി വിജയം കൈവരിച്ച പ്രവാചക വര്യനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമുക്ക് ആ പ്രവാചകനിൽ ഒരുപാട് മാതൃകകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരുപാട് വിശേഷണങ്ങൾ മാനവകുലത്തോട്, മാനവരാശിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ,
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗമാണ്, ആ പാതയാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ആ ഇബ്രാഹിം യഹൂദനോ ഒരു ക്രിസ്ത്യനോ ആയിരുന്നില്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അല്ലാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത്. കാന ഹനീഫൻ മുസ്ലിമൻ, ശുദ്ധ മനസ്കനും അതുപോലെ തന്നെ കീഴ്പ്പെടുന്ന ആളായിരുന്നു എന്നുള്ളത്. ആരാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം? പേര് കൊണ്ട് മുസ്ലിം ആകുമോ? തറവാട് കൊണ്ട് മുസ്ലിം ആകുമോ? നമ്മുടെ പവർ കൊണ്ടും നമ്മുടെ പണം കൊണ്ട് നമ്മൾ മുസ്ലിം ആകുമോ? ഇല്ല. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി കീഴൊതുങ്ങിയവനാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ പരീക്ഷണത്തിന്റെ നൂലാമാലകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കും കൊണ്ടുപോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി മനസ്സും ശരീരവും കേന്ദ്രീകരിച്ച ആ പ്രവാചക വര്യൻ എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിമേ, നീ നിന്റെ റബ്ബിന് വേണ്ടി നീ കീഴൊതുങ്ങണം. നിന്റെ കണ്ണും നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ ഇടപാടുകളുമെല്ലാം ആ റബ്ബിന് വേണ്ടി കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ വിശ്വാസികളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. ഈ ഒരു കീഴൊതുങ്ങലാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. രോഗം വരുമ്പോൾ, പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, മക്കളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുമ്പോൾ, സമ്പത്തിനെ തകർത്തിക്കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കുമ്പോൾ, നമുക്ക് നേടിത്തരുന്ന നമ്മുടെ എല്ലാ നിഅമത്തുകളും പടച്ച റബ്ബ് ബ്ലോക്കാക്കി തരുമ്പോൾ, സാമ്പത്തികമായി പിന്നോട്ട് പോകുമ്പോൾ, ഒരു ചാരങ്ങളിലേക്കും ഒരു മക്ബറകളിലേക്കും പോകാതെ ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ആ റബ്ബിൽ കീഴൊതുങ്ങണം. അവനാണ് മുസ്ലിം. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, മുതഹന്നിഫൻ അനിശ്ശിർകി ഖസ്ദി ഇലൽ ഈമാൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, ശിർക്കിൽ നിന്നും ഈമാനിലേക്ക് ബോധപൂർവം മാറി നിന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ആ പിതാവ് ആരായിരുന്നു? ബിംബ കച്ചവടക്കാരനായിരുന്നു. ആസർ എന്ന പേരുള്ള ആ പിതാവ്. ആ പിതാവിനോട് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈആ. തന്റെ പിതാവ് ഒരു ബൗദ്ധൈവാരാധകനാണെങ്കിലും ആ പിതാവിനോടുള്ള സമീപനം നോക്കൂ വിശ്വാസികളെ. യാ അബത്, എന്റെ പൊന്നു പിതാവേ. നോക്കൂ നിങ്ങൾ, അദ്ദേഹം വിളിക്കുകയാണ്, എന്റെ പൊന്നു പിതാവേ. ലിമ തഅബുദു മാ ലാ യസ്മഉ, ഒന്നും കേൾക്കുകയോ ഒന്നും കാണുകയോ ചെയ്യാത്ത, അങ്ങക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ബിംബങ്ങളോട് എന്തിനാണ് പിതാവേ താങ്കൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വിശ്വാസികളെ, ചോദിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ചോദിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവിനോടാണെങ്കിൽ
ആ പിതാവിന്റെ എല്ലാ നിലക്കുള്ള ഭീഷണിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, മുസ്ലിമായി കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ ഒരു പാഠം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കുണ്ട്, അല്ലേ? ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന രൂപത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, നാട്ടുകാരുടെ പേര് പറഞ്ഞ്, ജോലി പോകുന്നുള്ള പേര് പറഞ്ഞ്. വിശ്വാസികളെ, ദുനിയാവിൽ പരിഹാരമുണ്ട്. ദുനിയാവിൽ 100 കണക്കിന് പരിഹാരമുണ്ട്. പരലോകത്ത് പരിഹാരമില്ല. നമ്മൾ ചെയ്ത അമൽ മാത്രമേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ മറ്റൊരു മാതൃക അല്ലാഹ് പറയാണ്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു സമുദായമായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലം യകു മിനൽ മുശ്രികീൻ. അദ്ദേഹം ബഹുദൈവാരാധനകളിൽ പെട്ടവനായിരുന്നില്ല. അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അള്ളാഹ് പരീക്ഷിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ 98-99 വയസ്സ് വരെ തന്റെ ജീവിതത്തിൽ തനിക്കൊന്ന് സന്തോഷിക്കാൻ, തനിക്കൊന്ന് ആനന്ദിക്കാൻ, ഏതൊരു പിതാവും ഏതൊരു മാതാവും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, എനിക്കൊരു ആൺകുട്ടിയെ തരണമെന്നല്ല, അള്ളാഹുവേ എനിക്കൊരു പെൺകുട്ടിയെ തരണമെന്നല്ല പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. പക്ഷേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ എനിക്ക് നീ നൽകണമേ എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരായ പാതയിലൂടെ പോയത് കൊണ്ട് മാത്രമാണ് അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രകൃതം എന്നുള്ളത്, അദ്ദേഹം ഏറ്റവും നല്ല താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയും അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടിയും അള്ളാഹുവിലേക്ക് അടുക്കുന്ന വ്യക്തിയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നിർത്തി പരിശോധിക്കുക. നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ അഹങ്കരിക്കാറുള്ളത്? കുറച്ച് സമ്പത്ത് കൂടുമ്പോൾ സമ്പത്തില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛം, എനിക്ക് എന്തൊക്കെയുണ്ട്, അയാൾക്കൊന്നുമില്ല. കുറച്ച് ഇൽമുണ്ടാകുമ്പോൾ, അറിവുണ്ടാകുമ്പോൾ, അറിവില്ലാത്തവനെ കാണുമ്പോൾ ഇവനക്ക് എന്തോ ഒരു വെലുമച്ചരാണ്, ഞാൻ എന്തോ നേടിയിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, വിനയമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടത്. വിനയം വിശ്വാസിയുടെ മുഖമുദ്രയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. അല്ലാഹുവിന്റെ അടിമകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ വിനയത്തോടു കൂടി നടക്കും എന്നുള്ളതാണ്. ഈ ഒരു പ്രകൃതം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയാണ്, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചുകൊണ്ട് എൻ്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് ഞാനിതാ തിരിച്ചിരിക്കുന്നു. അതൊരു വിനയത്തിന്റെ ഭാവമാണ് പ്രിയപ്പെട്ടവരെ, അതൊരു വിനയത്തിന്റെ സ്വഭാവമാണ് വിശ്വാസികളെ. ആ ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നടത്തിയ പ്രഖ്യാപനം ഈ രൂപത്തിൽ തന്നെയായിരുന്നു. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ പറയുക, എൻ്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാണ്. മാത്രമല്ല
ഏത് മതത്തിലേക്കാണ്? വക്രതയില്ലാത്ത മതത്തിലേക്കാണ്. മാത്രമല്ല മില്ലത ഇബ്രാഹീമ ഹനീഫ, നേർമാർഗത്തിൽ നിലകൊണ്ട മഹാനായ ഇബ്രാഹീമിന്റെ ആദർശത്തിലേക്കാണ്. ആ ഇബ്രാഹീമിന്റെ ആദർശത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ നേർവഴി കാണിച്ചിരിക്കുന്നു എന്ന് പറയൂ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടുള്ള ഈ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസികളെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ എത്ര മാതൃകകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് അല്ലേ? തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള പരീക്ഷണങ്ങൾ അല്ലേ? തൻ്റെ നാട്ടിൽ നിന്ന് ആളുകൾക്കിടയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. ആ നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. പിതാവിൽ നിന്ന് പരീക്ഷിച്ചു, കുടുംബക്കാരിൽ നിന്ന് പരീക്ഷിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടും ആ പ്രവാചകവരൻ എടുത്ത തീരുമാനം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് കീഴൊതുങ്ങുക എന്നുള്ളതല്ലേ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കൊടുത്തു അല്ലേ? പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു പിതാക്കളെ, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. ആ പിതാവ് തന്റെ പൊന്നുമകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പൊന്നുമോനെ, നിന്നെ ബലിയെറുക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം മുപ്പ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളുടെ സ്വപ്നം എന്നുള്ളത് വഹിയാണ്. ഇന്ന് ഒരുപാട് ആളുകളുണ്ട്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി തങ്ങന്മാര്, കുറെ ബീവിമാര്, കുറെ കോയമാര്, ഹാജിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തട്ടിപ്പാണ്. ഞങ്ങൾ ഇന്ന സ്വപ്നം കണ്ടു, നബി ഞങ്ങൾ അന്നത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. അമ്പിയാക്കളുടെ സ്വപ്നം അത് വഹിയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്നുമോൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, അതാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഫലമ്മാ ബലഗ മഅഹു السعي, ഏതൊരു മാതാപിതാക്കൾക്കും തന്റെ മക്കളിൽ നിന്ന് കൺകുളിർമ ലഭിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. മാതാപിതാക്കളെ, ചെറിയ കുട്ടികളെ ഇങ്ങനെ നോക്കിയിട്ട് കൈ വളരുന്നു, കാല് വളരുന്നു, എന്റെ കുട്ടി നടക്കാനായിട്ടുണ്ട്, ഓടാനായിട്ടുണ്ട്, ചാടാനായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷപ്പെടുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ടേണിംഗ് പോയിന്റിലാണ് അള്ള പിടിച്ചത്. എന്നിട്ട് പറയാണ്, പൊന്നുമോനെ, ഇങ്ങനെ ബലിയെറുക്കുന്ന സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ അഭിപ്രായം എന്തായിരുന്നു മോനെ എന്ന് ആ മകനോട് ചോദിക്കുമ്പോൾ ആ പൊന്നുമോൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, യാ അബത്, എന്റെ പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയോട് കൽപ്പിച്ചതുപോലെ അങ്ങ് നിർവഹിച്ചു കൊള്ളുക. സതജുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പിതാവേ, എന്നെ നിങ്ങൾക്ക് ക്ഷമാലിക്കരുടെ കൂട്ടത്തിൽ കാണാമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, നമുക്ക് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലും ആ പൊന്നുമോനിലും നമുക്ക് മാതൃകയുണ്ട്. നല്ല ഒരു പിതാവ്, നല്ല ഒരു കുട്ടി അല്ലേ? ആ പിതാവിനെ കൃത്യമായി അനുസരിച്ച മകൻ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. നമ്മുടെ നന്മക്ക് വേണ്ടി, നമ്മുടെ ഖൈറിന് വേണ്ടി നമ്മെ ഗുണദോഷിക്കുന്ന ഒരു പ്രതിഫലവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കാതെ നമുക്ക് നന്മ ചെയ്യുന്ന ഈ ലോകത്തുള്ള ഒരേ രണ്ട് മരങ്ങൾ, അത് നമ്മുടെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. അവര് നമ്മുടെ ഖൈർ മാത്രമാണ് കാണുക. അതുകൊണ്ട് ആ നല്ല ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഇബ്രാഹിമിൽ നമുക്ക് മാതൃകയുണ്ട്.
നല്ല ഒരു മോനെന്ന നിലക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആ മകനിലും നമുക്ക് മാതൃകയുണ്ട്. അതുകൊണ്ട് ഈ നേരായ, ഈ ചൊവ്വായ പാതയെ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖുൽ സ്വദഖല്ലാഹ്, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞിരിക്കുന്നു. എന്ത്? നിങ്ങൾ ഇബ്രാഹീമിന്റെ മാർഗ്ഗത്തെ പിന്തുടരുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമിന്റെ വിഷയങ്ങളൊക്കെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയമൊക്കെ എടുത്തു പറഞ്ഞപ്പോ അവിടെ അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു കാര്യം, വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ബഹുദൈവാരാധനകളിൽ പെട്ടവനായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലേ? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അത്രയേറെ മഹത്വമുള്ള ആ പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസ്വീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഈ നേരായ മാർഗത്തെ ഉപേക്ഷിക്കുന്നവൻ മൂഢന്മാരാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ടെടുത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു പറയുന്നു, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? അല്ലാഹു പറയാണ്, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തെ പിന്തുടരാത്തവൻ, അതിനെ പുറംകാലുകൊണ്ട് തട്ടുന്നവൻ, അതിനെ മൈൻഡ് ചെയ്യാത്തവൻ മൂഢന്മാരാണ്, പൊട്ടന്മാരാണ്, വിഡ്ഢികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പൂർണ്ണമായും നമ്മൾ പിൻപറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുവാൻ